ഇന്നൊരു പായസമായാലോ? അപ്പോൾ ആദ്യം തന്നെ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കതിലേക്ക് നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തി അത് ഒരുപാട് കരിഞ്ഞൊന്നും പോവാതെ ചെറു തീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് ഉരുളിയിൽ നിന്ന് മാറ്റാം. ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ വീണ്ടും അത് ഒരുപാട് ബ്രൗൺ കളറാവും. അപ്പോൾ അതേ ഉരുളിയിലേക്ക് പാല് ചേർക്കുകയാണ്. 4 പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറു തീയിൽ വെച്ച് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മളെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൈയെടുക്കാതെ നമുക്ക് ഇളക്കിയത് വേവിച്ചെടുക്കാം. സേമിയ ഒരു 1/4 വേവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ മധുരം ചേർക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. പായസത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം നമ്മുടെ കശുവണ്ടി നെയ്യിൽ വറുത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.